राधा जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जनवल्लभ जय गिरिवरधारी जयो गिरिवरधारी जय यशोधनन्दना जयो व्रजजनरञ्जन जय यमुनतीरवनचारी जय कुञ्ज बिहारी जय श्री श्री राधा नीलमाधव की श्रील प्रभुपाद की श्रील गुरुदेव की बताए गौर ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं परमानन्दमाधवम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा 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 हरे राम 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 नमो ओम विष्णुपदाय कृष्ण पृष्ठाय भूतले श्रीमते महाविष्णु स्वामी नमामि मूर्धन चरणारविन्दे श्रीमद्भागवत पदसंग्रहस्य प्रचारणे लोकपालने श्री महाविष्णु गोस्वामी हरे कृष्ण എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇന്ന് ഗുരുവിൻ്റെയും കൃഷ്ണന്റെയും കൃപയാൽ ശ്രീമദ് ഭാഗവതം ഫസ്റ്റ് കാൻഡോ ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 19 1-4-19 ആദ്യം ശ്ലോകം വായിക്കാം ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യദധാദ്യജ്ഞസന്ധത്യ വേദം ഏകം ചതുർവിധം ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യദധാദ്യജ്ഞസന്ധത്യ വേദം ഏകം ചതുർവിധം. Word meaning. Chadu, 4. Hotram, sacrificial fires. Karma Shuddham, purification of work. Prajana, of the people in general. Vikshya, after seeing. Vaidigam,
according to Vedic rites, Vyadadat, made into yajna, sacrifice, Sandatya, to expand, Vedam Egam, only one Veda, Chaduhu Vidam, in 4 division. ഹരേ കൃഷ്ണ. എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് ഭാഗവതമേ ഉള്ളൂ. അപ്പം ആരെങ്കിലും മലയാളം ട്രാൻസ്ലേഷൻ പർപ്പെട്ടൊന്ന് വായിക്കാമോ? ഗോത്രം കർമ്മശുദ്ധം പ്രജാനാഭീഷിവൈദികം വ്യദധാത് യജ്ഞസന്ധത്യ വേദം ഏകം ചതുർവിധം. ആരെങ്കിലും മലയാളം ട്രാൻസ്ലേഷൻ പർപ്പെട്ടൊന്ന് വായിക്കാമോ? ഹരേ കൃഷ്ണ. വായിക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ. ഹരേ കൃഷ്ണ. വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന യജ്ഞങ്ങൾ സാമാന്യ ജനങ്ങളുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗങ്ങളാണെന്ന് അദ്ദേഹം ദർശിച്ചു. ആകയാൽ പ്രവർത്തന പദ്ധതികളെ ലഘൂകരിക്കുന്നതിനായി അങ്ങനെ ജനമധ്യ പ്രചരണത്തിനായി അദ്ദേഹം ഏകവേദത്തെ 4 വിഭജിച്ചു. ഭാവാർത്ഥം വായിക്കണോ പ്രഭു? ഭാവാർത്ഥം പൂർവമായി യജുർവേദം എന്ന നാമത്തിൽ ഏകവേദവും പ്രത്യേകം പരാമർശിക്കുന്ന 4 യജ്ഞ വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവയുടെ അനായാസമായ നിർവഹണാർത്ഥം 4 വർണ്ണങ്ങളുടെ കർമ്മബന്ധ സേവന ശുചീകരണാർത്ഥം വേദത്തെ 4 യജ്ഞ വിഭാഗങ്ങളായി വിഭജിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങൾക്ക് പുറമെ 5ാം വേദം എന്ന് വിശേഷിപ്പിക്കാവുന്ന പുരാണങ്ങൾ, മഹാഭാരതം, സംഹിതകൾ തുടങ്ങിയവയും ഉണ്ട്. ശ്രീ വ്യാസദേവനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ചരിത്ര പുരുഷന്മാരാകുന്നു. അവർ ഈ കലിയുഗത്തിലെ പതിതാത്മാക്കളോട് പ്രവർത്തിക്കുന്ന അങ്കിരമുനിയെ അഥർവവേദ അനുവർത്തിയുടെ അധിപനായി ശ്രുതി മന്ത്രങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ചരിത്ര പുരുഷന്മാരും അവർ ഈ കലിയുഗത്തിൽ പതിതാത്മാക്കളോട് അനുകമ്പയുള്ളവരും അത്യധികം കൃപയുള്ളവരുമാകുന്നു. അപ്രകാരം 4 വേദ അധ്യായങ്ങളിൽ വിശദമാക്കിയിരിക്കുന്ന അനുബന്ധ ചരിത്ര സത്യങ്ങളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവയാണ് പുരാണങ്ങളുടെയും മഹാഭാരതത്തിന്റെയും പ്രാമാണിത്വം വേദങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്നതിൽ യാതൊരു സന്ദേഹവുമില്ല. പൊതുവെ ചരിത്രങ്ങൾ എന്നറിയപ്പെടുന്ന പുരാണങ്ങളും മഹാഭാരതവും പഞ്ചമവേദമായി ഉപനിഷത്തിൽ 7:1-4 വിശേഷിപ്പിച്ചിരിക്കുന്നു. വെളിവാക്കപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളുടെ സമൂല്യം ഇപ്രകാരം നിശ്ചയം വരുത്തണമെന്നാണ് ശ്രീ ജീവ ഗോസ്വാമിയുടെ മതം. ഹരേ കൃഷ്ണ. അതായത് ഈ ചാപ്റ്ററില് നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 8 ക്വസ്റ്റ്യനോട് കൂടിയാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. 4ാമത്തെ ചാപ്റ്ററിൽ വ്യാസദേവൻ എന്ത് ചെയ്തു, എവിടെയാണ് ഭാഗവതം ആദ്യമായിട്ട് സംസാരിച്ചത്, എന്തായിരുന്നു അതിനുള്ള ഇൻസ്പിറേഷൻ, ആരാണ് അതിനെ കൈയേൽക്കപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 8 ക്വസ്റ്റ്യൻസ് അങ്ങനെ പോകുന്നുണ്ട് ആദ്യത്തെ 2ാമത്തെ ശ്ലോകം മുതലുള്ള ക്വസ്റ്റ്യൻസിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം വ്യാസദേവൻ എല്ലാ വേദങ്ങളെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അദ്ദേഹം തരംതിരിച്ച് കൊടുത്ത് അവരെ ഇത് ചെയ്യാണ് ചെയ്തത്. കാരണം വ്യാസദേവൻ വന്നിട്ട് എന്ത് ചെയ്തു, എല്ലാ വേദങ്ങളെയും വേദങ്ങളുടെ അധിപന്മാരായിട്ട് ഇന്ന വേദം ഇന്ന ആള് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തരംതിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ശ്ലോകത്തില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് വന്നിട്ട് കർമ്മശുദ്ധം, ഫസ്റ്റ് ലൈനില് ചാതുർഹോത്രം കർമ്മശുദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. അതായത് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള പതീത ആത്മാക്കളിലും താഴെ,
അതായത് നമ്മൾ പതിതാത്മാക്കൾ എന്ന് പോലും പറയാൻ പറ്റില്ല, അതിനും താഴെയായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഭക്തിയിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഭക്തി ചെയ്യണം എന്ന് പറഞ്ഞു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം മുൻകാലങ്ങളിൽ നമ്മൾ ശ്രീല പ്രഭുപാദ് എന്ന് പറയുന്ന ഈ ഒരു മിഷനിൽ വന്നില്ല എങ്കിൽ നമ്മൾ ഭക്തി എന്ന് വിചാരിച്ചിരുന്നത് ജസ്റ്റ് അമ്പലത്തിൽ പോവുക, പോയി തൊഴുക, നമ്മുടെ കയ്യിൽ എത്രയാണോ കാശുള്ളത് അത് കാണിക്കായിട്ട് വയ്ക്കുക, എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക. പഴയതുപോലെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഈ ഇസ്കോൺ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിൽ വരുന്നതിന് മുമ്പ്, അതായത് പ്രഭുപാദിന്റെ ഈ മിഷനിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. 9 മണി ഇറങ്ങി. പക്ഷേ 10 മണിക്കോ? ഹരേ കൃഷ്ണ. പക്ഷേ നമ്മള് പ്രഭുപാദിന്റെ മിഷനിൽ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്യുന്ന ഭക്തി എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത്, നമ്മുടെ ഭക്തി സെന്റിമെന്റൽ ആണോ ലോജിക്കലാണോ, ഈ ഭാഗവതം ഭഗവത്ഗീത എന്തിനു പഠിക്കണം? നമ്മള് ഈ ഒരു അവബോധത്തിലോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഭഗവത്ഗീത എന്തെന്നേ അറിയില്ല. ഇപ്പോഴും പല ഹിന്ദുക്കൾക്കും ഭഗവത്ഗീത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഭാഗവതത്തിൽ എത്ര ശ്ലോകം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഒരു വക നമ്മുടെ ഹിന്ദു സനാതന ധർമ്മം ഫോളോ ചെയ്യുന്ന ഹിന്ദുക്കൾക്ക് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മള് എന്താണ്, കുറച്ച് പേര് സെലക്റ്റഡ് പീപ്പിൾ ആയതുകൊണ്ട് നമ്മളുടെ കാർമിക് റിയാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിപ്പോ ഭഗവാന്റെയും നമ്മുടെ ആചാര്യന്മാരുടെയും കൃപ കൊണ്ട് നമ്മൾ ഭക്തിയിലിരിക്കുകയാണ് ചെയ്യുന്നത്. കർമ്മശുദ്ധം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഒരുപാട് കാർമിക് റിയാക്ഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. അത് വന്നിട്ട് ടൈറ്റിംഗ് നോട്ട് എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ടൈറ്റിംഗ് നോട്ട് എന്ന് പറഞ്ഞാല് ഒരു വലിയ കയറ്, അതായത് നമ്മൾ രഥയാത്രയ്ക്കൊക്കെ വലിക്കുന്ന ഒരു കയറ് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൽ കുറെ കുരുക്കിട്ട നമുക്കത് ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. അതിൽ ഏത് കെട്ടാണ് ആദ്യം വീണതെന്നുള്ള ബോധം നമുക്കുണ്ട്. നമുക്കറിയാം ഈ കെട്ടാണ് ആദ്യം കെട്ടിയത്, അപ്പൊ അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അതിനെ ഇത് ചെയ്യാൻ പറ്റും, നമുക്കറിയാൻ പറ്റും. എന്നാല് ഒരു നമ്മുടെ സ്വിങ് മെഷീൻ, നമ്മള് തയ്യൽ മെഷീനിൽ ഇട്ടേക്കുന്ന നൂല്, ആ നൂലില് ഒരുപാട് കെട്ട് നമ്മൾ ടൈറ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിനെ നമുക്ക് ഏത് കെട്ടാണ് ആദ്യം ഇട്ടത്, അല്ലെങ്കിൽ ഏത് അഴിച്ച ആദ്യം വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. നമുക്ക് പെട്ടെന്ന് അതിനെ അഴിച്ചെടുക്കാനും പറ്റില്ല. അതിങ്ങനെ കുരുങ്ങി വലിയ ഇതായിട്ട് അങ്ങനെ നീണ്ടു പോവേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മൾക്ക് സംഭവിക്കുന്ന കാർമിക് റിയാക്ഷൻസ്. നമ്മൾ ചെയ്യുന്ന ഓരോ പാപകർമ്മങ്ങളിലും നമുക്കുണ്ടാവുന്ന കാർമിക് റിയാക്ഷൻസ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്തുണ്ടാവില്ല? കർമ്മശുദ്ധി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. ഓൾറെഡി നമ്മൾ ഭഗവാന്റെ ഡിവോഷണൽ സർവീസിലാണെങ്കിലും നമ്മൾക്കും കാർമിക് റിയാക്ഷൻസ് ഉണ്ട്. അത് എന്തായാലും ഒരു ദിവസം ഇതെല്ലാം ടാലി ആയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മള് എന്താണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നതെന്ന് പറഞ്ഞാല്, നമുക്ക് ഭാഗവതം പഠിക്കാനും ഭഗവത്ഗീത പഠിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ചാൻഡിങ് ചെയ്യാനും ഇതൊക്കെ ഈസി വേ ആണ്. നമുക്ക് പറ്റും. ഇപ്പൊ നമ്മളിപ്പോ സൂമിൽ തന്നെ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പം ഇത് രാവിലെ 8 മണി തൊട്ട് 8:30 വരെ ജസ്റ്റ് ഒന്ന് സൂം ഓൺ ആക്കിയാൽ മതി. ബട്ട് പ്രാക്ടീസിങ് വെരി ഡിഫിക്കൽട്ട്. ഭാഗവതം ക്ലാസ്സിൽ നമ്മൾ ഇരുന്ന് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കതിനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് വലിയ പാടാണ്. ഇത് ഭക്തി വിനോദ ഠാക്കൂർ അദ്ദേഹത്തിന്റെ ഒരു 10 പോയിന്റ്സിൽ അദ്ദേഹം പറയുന്നതാണ്. ശ്രീമദ് ഭാഗവതം ക്ലാസ്, അറ്റൻഡിങ് ശ്രീമദ് ഭാഗവതം ക്ലാസ് ഈസ് വെരി ഈസി, ബട്ട് പ്രാക്ടീസിങ് ശ്രീമദ് ഭാഗവതം ഈസ് വെരി ഡിഫിക്കൽട്ട്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്കത് ആചരിച്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് വലിയ പാടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾക്കറിയില്ല നമ്മൾ ഏത് കർമ്മമാണ് ആദ്യം ചെയ്തതെന്നും ഏത് കർമ്മത്തിന്റെ റിയാക്ഷൻ ആണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്നും നമ്മൾക്കറിയില്ല. പക്ഷേ ഭക്തിയിൽ വരുമ്പം എന്ത് ചെയ്യും? ഇതെല്ലാം ദഹിച്ചു പോകുന്നത്. അതായത്
ബ്രഹ്മസംഹിതയിൽ പറയും പോലെ കർമാണി നിർദഹതി കിന്തുച ഭക്തി ഭാജ. എത്രത്തോളം നമ്മൾ ഭക്തി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കാർമിക് റിയാക്ഷൻസ് എല്ലാം ഇല്ലാതായി പോകും. പക്ഷെ മുമ്പ് നമ്മൾ ഈ ഭക്തിയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ മറ്റേ സാധാരണ ലെവൽ ഓഫ് ഒരു ഭക്തിയിലിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാർമിക് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നിട്ട് അത് കുറഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയില്ല, ആചാര്യന്മാർക്കും കൃഷ്ണനും മാത്രമേ അറിയാവൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് എത്രത്തോളം നമ്മുടെ കർമ്മം, നമ്മൾ ചെയ്യുന്ന ഈ വർക്കെല്ലാം നല്ല രീതിയിൽ കാർമിക് റിയാക്ഷൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അത്രത്തോളം നമുക്ക് ഭഗവാനിലേക്കുള്ള ദൂരം കുറവായിരിക്കും. ദൂരം കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ മീൻസ് നമ്മളിപ്പോ ഒരു എന്താണ് കഴക്കൂട്ടത്ത് നിന്ന് നേരെ തൃശ്ശൂരേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ കിലോമീറ്റർ വന്നിട്ട് 350 കിലോമീറ്റർ 250 കിലോമീറ്റർ ആയിരിക്കും, 350 കിലോമീറ്റർ ആയിരിക്കും. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ അടുത്ത് ഒരു ആറ്റിങ്ങൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ പോകും തോറും ദൂരം കുറഞ്ഞു വരും. കാരണം എന്താണ്, നമ്മൾ തൃശ്ശൂരിന് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം എവിടെ ചെന്ന് നിന്ന് നമ്മൾ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്ന് നമ്മളിത് കയറുകയാണെങ്കിൽ അതിനുള്ള ദൂരം ഡിസ്റ്റൻസ് കുറവായിരിക്കും. പക്ഷെ ഇതുപോലെ നമ്മൾ അത് ചെയ്യാതെ നമ്മൾ പാറശാലയിലോ അല്ലെങ്കിൽ കന്യാകുമാരിയിലോ ചെന്ന് നിന്ന് നമ്മൾ ട്രെയിൻ കയറി ബസ് കയറി ചെയ്ത് കഴിഞ്ഞാൽ ദൂരം കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇതുപോലെ ആയിരിക്കണം. അതായത് ഭക്തി വന്നിട്ട് ചെയ്യേണ്ട കർമ്മശുദ്ധം ഇല്ലെങ്കിൽ മനഃശുദ്ധി, കർമ്മശുദ്ധി, മനഃശുദ്ധി, ഈ വക കാര്യങ്ങളെല്ലാം ഭഗവാനിലേക്ക് അടുത്തെത്താനുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ ഭക്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയില്ല. കാരണം നമ്മൾ ഒരേ സമയം നമ്മൾ ഭക്തിയും ചെയ്യുന്നുണ്ട്, അതേസമയം നമുക്ക് കാർമിക് റിയാക്ഷൻസ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കാർമിക് റിയാക്ഷൻസ് എപ്പോഴും തീരും, നമ്മുടെ കാർമിക് റിയാക്ഷൻസ് എങ്ങനെയാണ്, എവിടെ നിന്നാണ് വന്നത്, ഏത് മുഖേനയാണ് നമുക്ക് കാർമിക് റിയാക്ഷൻസ് വന്നതെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്കുള്ള പോക്ക്, അല്ലെങ്കിൽ നമുക്ക് ശ്രീമദ് ഭാഗവതം റിലീസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് കാർമിക് റിയാക്ഷൻസ് കുറെ ഇല്ലാതായാലേ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചാൻഡിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു റിയൽ ടേസ്റ്റ് വരണമെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കാർമിക് റിയാക്ഷൻസ് എല്ലാം കുറെയെല്ലാം മാറിയാലേ പറ്റുള്ളൂ. അത് മാറണമെങ്കിൽ ചാൻഡിങ് നല്ല രീതിയിൽ ചെയ്താലേ പറ്റുള്ളൂ. അതിന് നമ്മുടെ ഇത് രാധേശ്യാം പ്രഭുവാണോ ഗൗരംഗ പ്രഭുവാണോ എന്നറിയില്ല, ഐ തിങ്ക് രാധേശ്യാം പ്രഭുവാണെന്ന് തോന്നുന്നു. അദ്ദേഹം ക്യാപ്ച എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്. ക്യാപ്ച എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ ഷീറ്റോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോം എന്തെങ്കിലും ഫില്ല് ചെയ്യുന്ന സമയത്ത് അല്ലെ ക്യാപ്ച കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണും. Z77SYZ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫോം കാണും. അത് നമുക്ക് കറക്റ്റ് നമുക്ക് കണ്ണുകൊണ്ട് റിയലൈസ് ചെയ്ത് അതിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത് റിഫ്രഷ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിയിട്ട് പുതിയ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു 10 കുറെ കാര്യങ്ങൾ, അത് 10 ടൈംസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ക്യാപ്ച എന്ന് പറഞ്ഞാൽ CA മീൻസ് ചാൻഡ് ഓഡിയബിൾ. എത്രത്തോളം നമ്മൾ നാമം ജപിക്കുന്നത് നമ്മൾ ഓഡിയബിൾ ആയിരിക്കണം. ഓഡിയബിൾ മീൻസ് നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റും. ചാൻഡ് ഓഡിയബിൾ, പ്രൊനൗൺസ്ഡ് ക്ലിയർ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, നമ്മൾ ചിലപ്പോ ഹരേഷ 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 ഷ ഹരേഷ ഇങ്ങനെ പോവാറുണ്ട്. സോ ചാൻഡ് ഓഡിയബിൾ, നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ചെവിയിൽ കേട്ട് എന്ത് ചെയ്യണം, പ്രൊനൗൺസ് ക്ലിയർ, നല്ല ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതാ മഹാരാജും നമ്മളെടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭാഗവതത്തിന്റെ ഓരോ ശ്ലോകം വായിക്കുമ്പോൾ അതിന്റെ എല്ലാ സംഭവങ്ങളും കൂട്ടിച്ചേർത്ത് തന്നെ വായിക്കണം. അതിന്റെ വിസർഗങ്ങള്, അതിന്റെ ഇ, അതിന്റെ ഓ, അതിന്റെ ഇ, അതെല്ലാം കൂട്ടിച്ചേർത്ത് തന്നെ വായിക്കണം. അതാ ചാൻഡ് ഓഡിയബിൾ, പ്രൊനൗൺസ്ഡ് ക്ലിയർ, ഹിയർ അറ്റൻറ്റീവ്ലി. അതാ ക്യാപ്ച, ഹിയർ അറ്റൻറ്റീവ്ലി. നമ്മൾ വളരെ അറ്റൻറ്റീവായിട്ട് തന്നെ കേൾക്കണം. എത്രത്തോളം നമുക്ക് നമ്മുടെ ഭക്തിയിൽ നമ്മുടെ കാർമിക് റിയാക്ഷൻസ് ഇല്ലാതാക്കാൻ പറ്റും, നമ്മുടെ കർമ്മശുദ്ധി എന്ന് പറയുന്ന സംഭവം നമുക്ക് വരുമോ, അത്രത്തോളം നമുക്ക് ഭാഗവതം, ഭഗവത്ഗീത, നമ്മുടെ ഭക്തി ഇതെല്ലാം നമുക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയത്ത് നമ്മുടെ മനസ്സിലെപ്പോഴും, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കണ്ടാമിനേഷൻ മാത്രമേ ഉണ്ടാവൂ. അതിൽ ശ്രീമദ് ഭാഗവതം 1:3:44
1:3:44 പർപ്പട്ടില് ലാസ്റ്റ് ആയിട്ട് വരും, നോ വൺ ക്യാൻ ഗീവ് റാപ്റ്റ് അറ്റൻഷൻ ഹൂ ഈസ് നോട്ട് പ്യൂർ ഇൻ മൈൻഡ്. 1:3:44 വരുന്നതാണ്. അതായത് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി നമ്മൾ ആ ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് മനഃശുദ്ധി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. നോ വൺ ക്യാൻ ബി പ്യൂർ ഇൻ മൈൻഡ് ഹൂ ഈസ് നോട്ട് പ്യൂർ ഇൻ ആക്ഷൻ. മനഃശുദ്ധി ഇല്ലാത്ത ആർക്കും എന്തുണ്ടാവില്ല, കർമ്മശുദ്ധി ഉണ്ടാവില്ല. നോ വൺ ക്യാൻ ബി പ്യൂർ ഇൻ ആക്ഷൻ ഹൂ ഈസ് നോട്ട് പ്യൂർ ഇൻ ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, ഫിയറിംഗ് ആൻഡ് മേറ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ മനഃശുദ്ധിയും കർമ്മശുദ്ധിയും നമുക്കില്ലാത്ത ഒരാളുടെ കാര്യം എന്ന് പറഞ്ഞാല് അവരുടെ ഈറ്റിംഗ് വന്നിട്ട് എന്തുണ്ടാവില്ല, നമുക്ക് കറക്റ്റ് ആവില്ല, സ്ലീപ്പിംഗ് ഇതാവില്ല, ഫിയറിംഗ്, ഡിഫിനിങ്, ഇതെല്ലാം വേറെ ഒരു ഡിസോർഡർ ഇതിൽ തന്നെ പോകും. നമ്മള് ഭക്തിയിൽ വരുന്നത് തന്നെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ കാർമിക് റിയാക്ഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം നമ്മൾ തന്നെ റിയലൈസ് ചെയ്യണം നമ്മൾ ഏത് പാപത്തിന് ചെയ്തതാണ്. ഒരു ദിവസം ഭീഷ്മദേവ് വന്നിട്ട് ശരശയ്യയിൽ കിടന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചോദിക്കും, ഞാൻ ഏത് ജന്മത്തില് ചെയ്ത പാപമാണ് ഇതിങ്ങനെ അനുഭവിക്കുന്നത് ചോദിക്കും. ശരശയ്യയിലാണ് കിടക്കുന്നത്. കാര്യം 1 ഇഞ്ച് ഗ്യാപ്പിലാണ് ഓരോ ശരങ്ങൾ ഇങ്ങനെ കുത്തിക്കേറി നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭീഷ്മദേവ് ഭഗവാന്റെ അടുത്ത് ചോദിക്കണം, ഞാൻ ഏത് ജന്മത്തിൽ ചെയ്തതാണെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, ഒരു 3 ജന്മം മുമ്പ് നീ ഒരു ഋഷിയായിരുന്നു. ആ ഋഷിയായിരുന്ന സമയത്ത് നീ ഗംഗയില് സ്നാനം ചെയ്തിട്ട് വന്ന് നിന്റെ ആശ്രമത്തിലേക്ക് കയറുന്ന വഴിക്ക് ഒരു പകുതി ചത്ത പാമ്പ് അവിടെ ഇങ്ങനെ കിടക്കും. പകുതിയെ ചത്തിട്ടുള്ളൂ, അത് പൂർണ്ണമായിട്ടും ചത്തിട്ടില്ല. നീ എന്ത് ചെയ്തു, ആ പാമ്പിനെ എടുത്ത് തൊട്ട് നീ അതിനെ ചവിട്ടി മറികടന്ന് പോകണ്ടെന്ന് കരുതിയിട്ട് ഒരു കമ്പെടുത്ത് എന്ത് ചെയ്തു, തൊട്ട് എടുത്ത് മാറ്റിയിട്ടു. ആ മാറ്റിയിട്ട സമയത്ത് എന്നിട്ട് നീ കയറി പോയി. അപ്പോൾ ഭീഷ്മദേവ് വീണ്ടും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് മാറ്റിയിട്ടിട്ടല്ലേ പോയത്, ഞാൻ അതിനെ കൊന്നില്ലല്ലോ എന്ന് പറയും. കൃഷ്ണൻ പറയും, നീ ആ പാമ്പ് എവിടെയാണ് ചെന്ന് വീണതെന്ന് നീ കണ്ടില്ല. പാമ്പ് ചെന്ന് വീണത് തൊട്ട് വേലിയുടെ അപ്പുറത്തുള്ള കള്ളിമുൾ ചെടിയുടെ പുറത്തായിരുന്നു. ആ കള്ളിമുൾ ചെടിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ കുത്തിക്കേറി അദ്ദേഹത്തിന് ആ പാമ്പിന് പോലും എഴിച്ചു പോകാൻ പറ്റാതെ അദ്ദേഹം അവിടെ ഇരുന്ന് തന്നെ ശരീരം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ പറയും. നോക്ക്, ഭീഷ്മദേവ് വന്നിട്ട് മഹാരഥനാണ്, മഹാജനങ്ങളിൽ ഒരാളാണ്, ഭഗവാനുമായിട്ട് പരമാത്മ രൂപേണ ബന്ധമുള്ള ഒരാളാണ്. പരമാത്മാവ് എന്താണോ അദ്ദേഹത്തിനിട്ട് സംസാരിക്കുന്നത് അത് അദ്ദേഹം കേൾക്കും. ഇത് ഭക്തിയുടെ വേറൊരു ലെവലാണ്. അതായത് നമ്മൾ എന്തിനെ നാമം ജപിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ നാമം ജപിക്കുമ്പോൾ ഞാനും ഭൗതിക ലോകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഞാനും ഭൗതിക ലോകവുമായിട്ട് എന്താണ് ബന്ധം, ഇത് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, അത് റിയലൈസ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം വന്നിട്ട് പരമാത്മ നമ്മളെടുത്ത് റെസിപ്രോക്കേറ്റ് ചെയ്തിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കാറ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാമജപം ക്വാളിറ്റി റൗണ്ട്സ് അല്ലാത്തത് കൊണ്ട്, എൻ്റെ അടക്കം ക്വാളിറ്റി റൗണ്ട്സ് അല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും, നമ്മുടെ പരമാത്മ നമ്മളെടുത്ത് ഇൻസ്ട്രക്ഷൻ തരില്ല, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ തരില്ല. കാര്യം നമ്മൾ ഒരേ സമയം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗസ്റ്റിനെ നമ്മൾ വിളിച്ച് വരുത്തി നമ്മൾ ഫ്രണ്ടിൽ നിർത്തുകയും ചെയ്യും. അതേ സമയം നമ്മൾ മൊബൈൽ ഫോണിൽ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റിയിലോട്ട് നമ്മൾ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ഗസ്റ്റ് എന്ത് ചെയ്യും, അവർക്കത് ഫീൽ ചെയ്യും, എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇദ്ദേഹം വേറെ കാര്യത്തിന് പോയെന്ന് പറഞ്ഞിട്ട്. ഇതാണ് പലപ്പോഴും സംഭവിക്കാറ്. അതായത് ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ഒരു 16 നാമം നമ്മൾ ഒരു പ്രാവശ്യം ജപിക്കുമ്പോൾ ആ ജപിക്കുന്ന സമയത്ത് കൃഷ്ണൻ വന്നിട്ട് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ബട്ട് വി കാൻ റിയലൈസ്, വി കാൻ സീ, നമുക്ക് കാണാൻ പറ്റില്ല. നാമത്തിന്റെ രൂപത്തിലായിട്ട് കൃഷ്ണനെ കാണും, പക്ഷേ ആ നാമത്തിന്റെ രൂപത്തിൽ കൃഷ്ണനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ആചാര്യന്മാർ പറയുന്നെന്ന് പറഞ്ഞാല് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു മുത്തിൽ പിടിക്കുമ്പോൾ, ആ ഒരു മുത്തിൽ പിടിച്ചിട്ട് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുമ്പോൾ ആ ഒരു മുത്തിൽ കൃഷ്ണൻ വന്നില്ല, അല്ലെങ്കിൽ ആ കൃഷ്ണന്റെ സ്മരണ നമുക്ക് കിട്ടിയില്ല എങ്കിൽ അടുത്ത മുത്തിലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പോകാനേ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ബിസി ലൈഫ്, ബിസി ഇന്റലിജന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് നാമജപം തീർത്ത്, ഭാഗവതം തീർത്ത്, ഭഗവത്ഗീത തീർത്ത്, റിയലൈസേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കൊണ്ടുപോയി ഇത് മാറ്റിവെക്കും. ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് വരുമ്പോൾ നമുക്ക് കർമ്മശുദ്ധി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല.
അതായത് മഹാരാജ് പറയും കർമ്മശുദ്ധിക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ മഹാരാജ് പറയുന്നതെന്ന് പറഞ്ഞാൽ, മറ്റൊരാളുടെ പെയിന് നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ആ വർക്കിൽ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൽ വെച്ച് സാറ്റിസ്ഫൈ ആണ്. അതായത് നമ്മളിപ്പോ ഒരിടത്ത് ജോലിക്ക് പോയാൽ ആ ജോലിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം എത്രയാണോ ശമ്പളം, ഇപ്പൊ നമുക്കൊരു 100 രൂപയാണ് ശമ്പളം തരണമെങ്കിൽ അദ്ദേഹം 200 രൂപ സമ്പാദിച്ചിട്ടായിരിക്കണം നമുക്ക് 100 രൂപ ശമ്പളം തരാൻ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ 150 രൂപയ്ക്കെങ്കിലും നമ്മൾ ജോലി ചെയ്തതിന് ശേഷം മാത്രമേ 100 രൂപ ശമ്പളം വാങ്ങിക്കാവൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വന്നിട്ട്, അദ്ദേഹം 100 രൂപ നമുക്ക് തരണമെങ്കിൽ 200 രൂപ സമ്പാദിക്കാനായിട്ട് അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കണം എന്നുള്ള ബോധം നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മഹാരാജ് ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതാ കർമ്മശുദ്ധം. അതായത് നമ്മുടെ ഡിവോഷൻ ലൈഫിൽ കർമ്മശുദ്ധി എന്ന് പറയുന്ന സംഭവം നമുക്ക് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഡിവോഷൻ സർവീസ് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും സ്റ്റക്ക് ആവും. മഹാരാജ് വേറൊരു എക്സാമ്പിൾ പറയും, ഫ്ലോ ഓഫ് ഡിവോഷൻ. നമ്മുടെ നദി ഒഴുകുന്നത് പോലെ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ ഡിവോഷൻ ലൈഫ് ഒഴുകിക്കൊണ്ടേയിരിക്കണം. അത് എവിടെയെങ്കിലും പോയി സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആവും. നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെ കാണാൻ രസമുള്ളത്. വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഒരു സംഭവം അത് മേളിൽ നിന്ന് എവിടുന്നോ ഒഴുകി താഴോട്ട് പതിച്ച് വേറെ ഒരു സ്ഥലത്തേക്ക് ഒഴുകി പോകുന്നത് കൊണ്ടാണ് അതിനെ കാണാൻ നല്ല ഭംഗിയുള്ളത്. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കുളിക്കാൻ പറ്റുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അതിൽ കണ്ടാമിനേറ്റഡ് അല്ല. ഒഴുകുന്ന ജലത്തില് ഒരിക്കലും മാലിന്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ കർമ്മം അത് കറക്റ്റാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ഒരിടത്ത് സ്റ്റക്ക് ആവാതെ, എവിടെ സ്റ്റക്ക് ആവോ അവിടെ നിന്ന് റൂട്ട് മാറി വേറെ അടുത്ത് പോകാനായിട്ട് അതിന് പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എവിടെയെങ്കിലും സ്റ്റക്കായ പിന്നെ ഒരു 15 വർഷം അവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു സ്റ്റക്ക് ആവാൻ പാടില്ല. നമ്മുടെ ഭക്തിയും നമ്മളും സ്റ്റക്ക് ആവാതെ പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കണം. അതിനെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, അദ്ദേഹത്തിന്റെ സർവീസ് കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ ഉടനെ അദ്ദേഹം വേറെ റൂട്ടിലോട്ട് പോകും. ഇല്ല, ഞാനാണ് ഇത്രയും സർവീസ് ചെയ്തത്, ഇല്ലെങ്കിൽ ഞാനാണ് ഇത്രയും ഇവിടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്ക് മാത്രമേ ഇവിടെ ഇരിക്കാം. ഭഗവാൻ നമുക്ക് ഒരിടത്തും കാണിച്ചു തന്നിട്ടില്ല. ഡോണ്ട് ബി സ്റ്റക്ക്. നമ്മൾ ഒരിക്കലും ഒരിടത്ത് സ്റ്റക്ക് ആവാതെ ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി ഫ്ലറിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഭാഗവതം റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് കാർമിക് റിയാക്ഷൻസ് എല്ലാം കയറി എത്ര വർഷം കഴിഞ്ഞാലും മറ്റേ കുറ്റിച്ചെടി പോലെ മുരടിച്ച് അങ്ങനെ തന്നെ ഇരിക്കും. അത് വരാൻ പാടില്ല. നമ്മൾ വളർന്ന് പന്തലിക്ക് തന്നെ വേണം. അത് എവിടെ ആയാലും ശരി തന്നെയാണ്. അതിന് നമ്മുടെ കർമ്മം എപ്പോഴും കർമ്മശുദ്ധവും, നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ ശുദ്ധമായിട്ട് വെക്കണം. നമ്മുടെ അവബോധം കറക്റ്റായിട്ട് വെക്കണം. നമ്മുടെ ചാൻറ്റിങ് കറക്റ്റ് ആയിരിക്കും. നമ്മുടെ ഭാഗവതം റെസിറ്റേഷനും ഭാഗവത പഠനവും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആചരിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ കറക്റ്റായി പാലിച്ചിരിക്കണം. ഹരേ കൃഷ്ണ. ജയ് ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഉണ്ടെങ്കിൽ പറയാം, കമന്റ്സോ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാശ്രീ. ബോംബെന്ന് വന്ന ആനന്ദ സാഗരമേ ഹരേ കൃഷ്ണ. അയ്യോ, ഈ ജപത്തിന്റെ അത് പറഞ്ഞപ്പോ എന്റെ നെഞ്ചിടിച്ചു പോണ്. കാരണം എന്തെന്നറിയാമോ? ഓൾറെഡി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, വെറുതെ ആവശ്യമില്ല നെഞ്ചൊന്നും പിടിപ്പിക്കണ്ട. എനിക്ക് വയ്യ അവിടെ ഒന്ന് കിടക്കാനായിട്ട്. പറയട്ടെ, 20 മാല 22 മാല വരെ ജപിക്കണുണ്ട് ദിവസവും. പക്ഷെ ഒരിക്കൽ പോലും ഈ മുൻപേ കൊണ്ട് നിർത്തിയ ആളിനെ ഓർമ്മിക്കണില്ല. അതാണ്. അപ്പൊ ഇത് ഞാൻ എല്ലാരോടും പറയും ജപിക്കണുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല എന്റെ മനസ്സിന്. അപ്പൊ ഞാൻ വിചാരിക്കും ജപിക്കാതിരുന്നാൽ എന്തെന്ന് വിചാരിക്കും. അതായത് വായുരഥാപി മനസ്സോ മുനി, വായുവിനേക്കാൾ വേഗതയുള്ള ഒരു യന്ത്രവും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എവിടെല്ലാം പോകും. അപ്പൊ ജപം എന്ന് പറഞ്ഞാൽ, ഓ കൃഷ്ണ, എനിക്ക് പേടി തോന്നണ്. ജപിക്കാതിരുന്നാൽ എന്തെന്ന് ചിലപ്പോ തോന്നിപ്പോവും. അത്ര ജപിച്ചിട്ട് അയ്യോ എവിടെ ഭഗവാൻ എവിടെ, എന്റെ മനസ്സെവിടെയെന്ന് നോക്കും. ആ അവസ്ഥയാണ് എന്റത്. മാതാജിക്ക് പേടി തോന്നുമ്പം ജപിക്കണം, പേടി തോന്നാതിരിക്കും ജപിക്കരുത്. അയ്യോ പിന്നെ ഒരു കാര്യം, എല്ലാ ദിവസവും എനിക്ക് പേടി വരണമെന്നുള്ള ഫീലിംഗ് ഉണ്ടാവണം, അപ്പൊ ജപിച്ചോളൂ ഓട്ടോമാറ്റിക്കലി. അതായത് ബ്രജവാസികള് ഈ ഭഗവാനെ അവരുടെ ചിത്തം ഭഗവാൻ കവർന്നെടുത്തത് കൊണ്ട് അവരുടെ ചിത്തത്തിൽ ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല. അവരിത് എങ്ങനെ ഒന്ന് ഭഗവാനെ എന്ന് ഈ ചിത്തത്തിൽ നിന്ന് മാറ്റി കിട്ടാന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കണേ എങ്ങനെ ഭഗവാനെ നിന്നെ ഒന്ന് കുടിയിരുത്താൻ. നമുക്ക് പറ്റണില്ല. പിന്നെ
ഗുരു മഹാരാജ് അതൊക്കെ എന്താണെന്ന് വെച്ചാ ഗുരു മഹാരാജ് ഇതിനിടയ്ക്ക് ഈ വിജ്ഞാന മുത്തുകളിൽ പറഞ്ഞിരുന്നു, തുടർച്ചയായ പൈശാചികമായ കാര്യങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും. പരസ്യങ്ങൾ പൈശാചികമാണ്, ടെലിവിഷൻ പൈശാചികമാണ്, ഇലക്ട്രോണിക് വസ്തുക്കൾ പൈശാചികമാണ്. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം പൈശാചികമാണ്. ഈ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിനു മുൻപേ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ഏറ്റവും നമ്മള് അർജുന നീ എന്റെ കയ്യിലെ ഒരു ഉപകരണം എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോ പരസ്യക്കാരുടെ കയ്യിലെ ഉപകരണമാണ് ഏറ്റവും കൂടുതൽ. അതായത് ഞാൻ പറഞ്ഞ എനിക്ക് മാതാജിമാര് എനിക്കിട്ട് ദേഷ്യപ്പെട്ടു പറയാൻ പേടി. ഏറ്റവും കൂടുതൽ ഞാനും അതിൽ ഉൾപ്പെട്ട ആളാണ്. ഏറ്റവും കൂടുതൽ പൈശാചികത്തിൽ വീണു പോണത് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലാണ് നമ്മൾ വീണു പോണത്. അതായത് പ്രഭുപാദ് ഈ ഫ്ലൈറ്റ് യാത്രക്കിടയില് പ്രഭുപാദിനോട് ഒരാൾ ചോദിക്കും, അങ്ങയോടൊപ്പം ഉള്ള ആൾക്കാരുടെ മുഖം എല്ലാം എത്ര തേജസ് ആണെന്ന് ചോദിക്കും, എന്താണ് കാരണം? അപ്പൊ പ്രഭുപാദർ, ഞാൻ മറന്നുപോയി, ബുക്കിൽ എഴുതി വെച്ചതാണെന്ന് ഞാൻ ഇപ്പൊ മറന്നു, ഇപ്പൊ എന്റെ കയ്യിൽ ബുക്കില്ലല്ലോ. അപ്പൊ പ്രഭുപാദർ പറയും, ഈ ആത്മാവെന്ന് പറയുന്നത് സൂര്യനേക്കാൾ തേജസ് ഉള്ളതാണ്. അതിന് നമ്മള് പാല് മർദ്ദിച്ചെടുക്കുമ്പം അതിന് എന്തെല്ലാം കിട്ടും, അതുപോലെയാണ്. അപ്പൊ നമ്മുടെ ആ കൃഷ്ണരസായനം പാനം ചെയ്യുന്നവർക്ക് ഈ കുറിക്കൂട്ട് പ്രയോജനപ്പെടുത്താനുള്ള നമ്മള് പരസ്യ കമ്പനിക്കാരുടെ ഇതിൽ പോകരുതെന്നാണ് ഞാൻ പറയണത്. അത് ആ രസായനം പാനം ചെയ്യുമ്പോ നമുക്ക് സൗന്ദര്യം ഉണ്ടാകും, എന്തെല്ലാം വേണോ അതെല്ലാം ഉണ്ടാകും. അതൊന്നും പിന്നെ ഇന്നലെ എനിക്ക് എന്നെ കൊണ്ട് വിട്ടിട്ട് പോയല്ല ഭക്തന്മാരെന്ന് പറയണ എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്കിപ്പോ എന്റെ മക്കളെന്ന് പറയണതാണ് എനിക്കിഷ്ടം. എന്നെ അന്ന് കൊണ്ടാക്കിയിട്ട് പോയി. ഇന്നലെ എത്ര എണ്ണം കൂടെ വന്ന് എന്നെ കൊണ്ട് അതായത് എനിക്ക് ജനാർദ്ദന സ്വാമിയെ കണ്ടോളാൻ വയ്യ, എനിക്ക് പോകാനും പറ്റണില്ല. അങ്ങനെ ഇരുന്ന് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ കണ്ണനും ചക്ര സംഘർഷ പ്രഭു എല്ലാരും കൂടെ കൊണ്ടുപോയി എന്നെ. ഇപ്പൊ മഴ പെയ്തപ്പോ എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു മാതാജിക്ക് ഭഗവാനെ കാണണമെന്നുണ്ടാ, എങ്കിൽ ഞങ്ങൾ ഏറ്റുന്നു. കൊണ്ടുപോയി എല്ലാം കണ്ടു. അങ്ങനെ ആ നിറവിലിരിക്കുകയാണ് ഇപ്പം. കേട്ടാ, മാതാജിയുടെ സംസാരം എന്താണ്, പൂർവാധികം ശക്തിയോട് കൂടി തിരിച്ചു വന്നതിൽ നമ്മളെല്ലാവരും സന്തോഷവാനാണ്. അത് സന്തോഷം തന്നെ. ചില സമയത്ത് ഇതെല്ലാം അങ്ങ് ഔട്ടാവും പ്രഭു. ചില സമയത്ത് ഔട്ടായി കഴിഞ്ഞാൽ പിള്ളേർക്ക് തലവേദന, ആളുകൾക്ക് എല്ലാവർക്കും തലവേദന, വല്ലാതെ വയലന്റ് ആകണുണ്ട്, ദുഃഖമാകണുണ്ട്, അങ്ങനെയൊക്കെ ഇരിക്കണം. അങ്ങനെ എന്തെങ്കിലും ആകട്ടെ, ഭഗവാൻ ഇത്രയും എത്തിച്ചു തന്നു. ശരി, ഇനി ഒരു സംഭവം ഉണ്ട്, അത് പിന്നെ പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും? താങ്ക് യു പ്രഭു. ഈ ജപത്തിനെ കുറിച്ച് എനിക്ക് ഇത്ര അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പൊ പ്രഭു പറയുന്ന പോലെ ചില സമയത്ത് ജപിച്ചോണ്ടിരിക്കുമ്പോ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ആ മാല കൈ വെച്ചോണ്ട് തന്നെ അതിന് മറുപടിയൊക്കെ പറയുമായിരുന്നു. കാരണം അവര് വന്നത് നമ്മളുടെ ആവശ്യത്തിനായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് മാല താക്കാതെ ആ ജപിച്ചോണ്ടിരുന്ന ആ മുത്തി പിടിച്ചോണ്ട് തന്നെ അവരോട് മറുപടിയൊക്കെ പറയായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും ഇതാണെന്നുള്ള. ഇങ്ങനെ പറയുമെങ്കിലും ഇത്രയും ഇതിന്റെ ഇതാണെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. അതുകൊണ്ട് വളരെ വളരെ നന്നായി. ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം, വളരെ ശ്രദ്ധിച്ചോളാം. ഒരു മാലയെ ജപിച്ചെങ്കിലെങ്കിലും അത് പിന്നെ വളരെ ശ്രദ്ധയോടെ ജപിക്കണം എന്നൊരു മനസ്സിൽ ഇപ്പൊ തോന്നി. ശ്രദ്ധയോടെ തന്നെ ജപിക്കുന്നത്. പക്ഷെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാകും. ആരുടെയെങ്കിലും ഒരു പെട്ടെന്നൊരു ഫോൺ വരുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മാല വെച്ചോണ്ട് തന്നെ എന്താന്നുള്ളത്, ചിലവർ ഫോൺ വരുന്ന എന്തിനായിരിക്കും എന്ന് അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇനി എന്താന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അനങ്ങില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. താങ്ക് യു പ്രഭു, ഇത്രയും കാര്യം പറഞ്ഞതെല്ലാം മനസ്സിലായി. എങ്കിലും ഇതെനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, എല്ലാവർക്കും അവരവരുടെ പ്രാരാബ്ധ കർമ്മങ്ങളിലേക്ക് പോകും. പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, നമുക്ക് ഇപ്പൊ പറഞ്ഞിരുന്നു കർമ്മിക് എഫക്റ്റ് വരുമ്പോ നമ്മുടെ ഭക്തിനെ അതെന്തായാലും ബാധിക്കും. അപ്പൊ നമുക്ക് ഈ കർമ്മിക് എഫക്റ്റ് പ്രഭു, നമ്മൾ എന്തായാലും ഈ മെറ്റീരിയൽ വേൾഡില് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ വർക്കിംഗ് ആണ്. അപ്പൊ നമ്മൾ ഈ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഇപ്പം പ്രഭു പറഞ്ഞ ആ സ്റ്റോറി വെച്ച് നോക്കുവാണെങ്കിൽ തന്നെയും ഭീഷ്മദേവ് അറിയുന്ന പോലും ഇല്ല അല്ലെ. അപ്പൊ നമ്മളും ഇതുപോലെ ഇങ്ങനെ കുറെ കർമ്മിക് എഫക്റ്റ് നമുക്കും വരത്തില്ലേ പ്രഭു?
നമ്മളും ഉണ്ട്. എന്തായാലും വർക്ക് റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഡയറ്റീഷ്യൻ ആണ്. അപ്പം എനിക്ക് വരുന്ന പേഷ്യൻസിന് പലർക്കും ഇപ്പം ഒരു ന്യൂട്രീഷണൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പല സപ്ലിമെന്റ്സ് കൊടുക്കേണ്ടി വരും. പല വിധത്തിലുള്ള ഇപ്പം മൂക്കിൽ കൂടെയൊക്കെയുള്ള ഫീഡ് കൊടുക്കുന്ന സമയത്ത് അവർക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ മീറ്റ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്താൽ സ്ട്രിക്ട്ലി എനിക്ക് ആ രീതിയിൽ അവർക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പൊ പ്രഭു അത് എനിക്കൊരു ഇപ്പൊ നമ്മള് നോൺ വെജ് ഈറ്റിംഗ് നമ്മുടെ യമനിയമങ്ങൾ പറയുമ്പോൾ 4 യമനിയമങ്ങളിൽ നമ്മൾ ഒന്ന് നോൺ വെജ് കഴിച്ചുകൂടാന്നുള്ളതാണ്. അപ്പം നോൺ വെജ് കഴിക്കുന്നതിന്റെ എഫക്റ്റ് വരുന്നതിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുക, നമ്മൾ ഒരാൾക്ക് ഇൻഡയറക്ട്ലി അതിനുള്ള ഒരു പെർമിഷൻ കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്രഭു? കാര്യം ഈ ഒരു മെറ്റീരിയൽ വേൾഡിൽ നമുക്ക് ജീവിക്കാൻ എന്തായാലും ലക്ഷ്മി ആവശ്യമാണ്. നമ്മൾ ജോലി ഇപ്പം അറിഞ്ഞോ അറിയാതെയോ ഡിവോഷനിൽ വരുന്നുമ്പോ ഇങ്ങനെ ഒരു കോഴ്സ് ഒക്കെ എടുത്തു, നമ്മളത് ചെയ്തു തുടങ്ങി. അപ്പം അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴും. അപ്പം ചില സമയങ്ങളിൽ സത്യം പറഞ്ഞ പ്രഭു നമുക്ക് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ നമ്മളെ ഭഗവാൻ ഇങ്ങനെ ഇന്നലെ ഹരിപ്രഭു ക്ലാസ് എടുത്തപ്പോ പറഞ്ഞ പോലെ ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് തന്നെ ഈ ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുന്ന മുമ്പ് സ്ട്രിക്ട്ലി നമ്മൾ എന്താണ് ടേസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാവൂ എന്നാണ്. പക്ഷെ എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഭഗവാൻ അതിന് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ എനിക്ക് തരാറുണ്ട്. നോൺ വെജ് ഒന്നും സെലക്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ മാനേജ്മെന്റ് അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കുക, അല്ലെങ്കിൽ വേറൊരാളിനെ എനിക്ക് അതിന് വേണ്ടി ഇട്ട് തരിക, അങ്ങനെ പലതും ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ എങ്കിലും ചില സമയത്ത് നമ്മള് ചില കാര്യങ്ങൾ അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ വരുന്ന കർമ്മിക് എഫക്റ്റില് നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്തെടുക്കാൻ പറ്റും പ്രഭു? കാര്യം അത് നമ്മുടെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പ്രഭു പറഞ്ഞ പോലെ നമ്മളെ നന്നായിട്ട് ബാധിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മളുടെ ജപത്തിലും നമ്മുടെ റീഡിങ്ങിലും എല്ലാം അത് വരും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? എന്നാൽ കർമ്മം ചെയ്യുകയും വേണ്ടേ പ്രഭു? അപ്പൊ ഇതിനെ എങ്ങനെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഇത്? മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, വർക്ക് ഈസ് കൃഷ്ണ, വി റിലീഷ് അവർ വർക്ക്. നമുക്ക് കിട്ടുന്ന വർക്ക് വന്നിട്ട് അത് കാർമിക് റിയാക്ഷൻസ് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. കാരണം ബിക്കോസ് നമ്മൾ വന്നിട്ട് പ്യുവർ ഇതല്ല, പ്യുവർ സോൾസിൽ നമ്മൾ പ്യുവർ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്യുവർ കോൺഷ്യസിൽ വരുന്നതല്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രഭുപാദം വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു കർമ്മി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് വന്നാൽ എക്സ്ട്രാ റൗണ്ട് ചാൻഡ് ചെയ്യണം, എക്സ്ട്രാ ഭാഗവത ശ്ലോകങ്ങൾ റിസൈറ്റ് ചെയ്യണം, എക്സ്ട്രാ ഭഗവത്ഗീത ശ്ലോകങ്ങൾ റിസൈറ്റ് ചെയ്യണം. ഇതാണ് ഒരു ഓപ്ഷൻ. അല്ലാതെ നമുക്കിനി ഈ ഒരു പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ മെറ്റീരിയൽ വേൾഡിലാണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗ്രന്ഥരാജയിൽ വന്നിട്ട് മഹാരാജ് പറഞ്ഞതാണ്, നമ്മൾ ഒരുപാട് ഇത് ചെയ്യും, എനിക്ക് നല്ല നൈസ് ധോത്തി കുർത്തയുണ്ട്, അല്ലെങ്കിൽ ഞാൻ നല്ല ധോത്തി കുർത്തയിലാണ്, അല്ലെങ്കിൽ എനിക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെറ്റീരിയൽ വേൾഡിനെ മറന്ന് നമ്മുടെ ഭക്തന്മാർ തന്നെ ഭൗതികതയിലോട്ട് നമ്മൾ തന്നെ സ്വയം എടുത്ത് ചാടാറുണ്ട്. ഈ ഒരു ഇത് വരാൻ നേരത്ത്, ഈ ഒരു പ്രൗഡ് വരാൻ നേരത്ത്, ഈ ഒരു പ്രൈഡ് വരാൻ നേരത്ത്. ഇത് വരാതെ നമുക്ക് എന്ത് തന്നെ കിട്ടിയാലും അത് കൃഷ്ണന്റെ കൃപ എന്നുള്ള കാര്യം നമ്മൾ അത് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഇതുപോലെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ മാതാജിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഹരിപ്രഭു ആയാലും അവരെല്ലാം ഡോക്ടേഴ്സാണ്. മാതാജി ആ ഒരു ഇതിൽ നിൽക്കുന്ന ആളാണ്. അപ്പം ഇതുപോലെ മേളയിൽ നിന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ പരമാത്മ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ശ്രീല പ്രഭുപാദ് ഒരു ദിവസം ശ്രീല പ്രഭുപാദിന്റെ അടുത്ത് ഒരു ഡിവോട്ടി വന്ന് പറഞ്ഞു, ഞാൻ എത്രത്തോളം ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടും ഒറ്റ മനുഷ്യരും വാങ്ങിക്കണില്ല പ്രഭുപാദ് എന്ന് പറഞ്ഞപ്പോൾ ശ്രീല പ്രഭുപാദ് പറഞ്ഞത്, നീ എല്ലാ ദിവസവും ഒരു ബുക്ക് കൊണ്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ പരമാത്മായിരിക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിരിക്കണം. അല്ലയോ കൃഷ്ണ, ഞാൻ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ പോവുകയാണ്, ദയവായി അദ്ദേഹത്തിനെ അങ്ങയുടെ രീതിയിൽ കൺവിൻസ് ചെയ്താലും എനിക്ക് എൻ്റെ ഗുരുവിന്റെ സർവീസ് എനിക്ക് ചെയ്യാൻ പറ്റിയാലെന്ന് പറഞ്ഞിട്ട് പരമാത്മാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിരിക്കണം. ഇതൊന്നാമത്തെ വേ. രണ്ടാമത്തെ വേ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം മാതാജി വന്നിട്ട് എക്സ്ട്രാ റൗണ്ട് ചാൻഡ് ചെയ്യണം. കാര്യം ഈ പറഞ്ഞതുപോലെ എപ്പോഴാണ് നമുക്ക് കാർമിക് റിയാക്ഷൻസ് വന്ന് അത് ദൂരെയെങ്കിലും പോകണ്ട, ഒരു 10 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ബൈക്ക് എടുത്തുകൊണ്ട് 10 കിലോമീറ്റർ പോകണ്ട, നമ്മുടെ തൊട്ടടുത്ത് തന്നെ കാർമിക് റിയാക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട്, അതാ പൂന്താനം പറയുന്ന ഒന്നിലോടൊന്നും ചെന്ന് പറ്റാതെ, അതായത് എവിടെയെങ്കിലും ചെന്ന് നമ്മൾ പോയെന്ന് സ്റ്റിക്കായി കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ നിന്ന് നമുക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റില്ല. സോ നമ്മൾ നമ്മുടെ 16 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം
നമ്മുടെ കാർമിക് റിയാക്ഷൻസോ ഇല്ലെങ്കിൽ ഒരു കർമ്മീയായിട്ടുള്ള ഇത് മാറി വരാനായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ എക്സ്ട്രാ റൗണ്ട് ഭാഗവതം, ഭഗവത്ഗീത ഇതെല്ലാം നമ്മൾ ചാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മഹാരാജിന്റെ കയ്യിൽ മാല ഇല്ലെങ്കിൽ പോലും മഹാരാജ് ഒരാളുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു സംസാരം തിരിച്ചു വരുന്നത് വരെ മഹാരാജ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ ഹരേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ഒരു ക്വാളിറ്റി നമ്മളിൽ എപ്പോഴാണോ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നത്, ആ സമയം മുതൽ കർമാണി നിർദഹതി കിന്തുജ ഭക്തി ഭാജ. കർമാണി നിർദഹതി, അതെല്ലാം എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ്. ഹരേ കൃഷ്ണ മാതാജി. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. പ്രഭു ഒരു പിന്നെ സംശയം കൂടെ. ഒരു മിനിറ്റ്. നമ്മുടെ മാതാജി, രമ്യ മാതാജി, ശ്രീക്ഷേത്ര പ്രഭുവിനെ അറിയാമോ? പ്രഭു അറിയാം. ശ്രീക്ഷേത്ര പ്രഭു കൊക്കക്കോള കമ്പനിയിൽ വലിയ ഒരു പോസ്റ്റിൽ ഇരുന്ന ആളാണ്. അപ്പൊ കൊക്കക്കോള ഇറങ്ങിയ സമയത്ത് എല്ലാവരും അതൊരു ഹെൽത്ത് ഡ്രിങ്കോ ഇല്ലെങ്കിൽ ഒരു എനർജി ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം ഇവരെല്ലാവരും മദ്യത്തിൽ ഒഴിച്ച് കഴിക്കാൻ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ആ ജോലിയും റിസൈൻ ചെയ്തു. അദ്ദേഹത്തിന്റെ ചോദ്യം, അദ്ദേഹം പറഞ്ഞു നല്ലൊരു പോസ്റ്റ് ആയിരുന്നു, പക്ഷേ ഇവരെല്ലാവരും ഇത് ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട് ഞാനും ആ കമ്പനിയിലെ ഒരു പാർട്ടാണെന്ന് കരുതിയിട്ട് ആ ഇത് വേണ്ട, ആ ഒരു കാർമിക് റിയാക്ഷൻസ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് റിസൈൻ ചെയ്തു. മാതാജി റിസൈൻ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അറ്റ്ലീസ്റ്റ് എക്സ്ട്രാ റൗണ്ട് വി ഹാവ് ടു ചാൻഡ് ഹരേ കൃഷ്ണ. ക്ലിയർ ആണെന്ന് തോന്നുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഒരു സംശയം കൂടെ ഉണ്ട് പ്രഭു. നമ്മളിപ്പോ ഈ 16 മാല കറക്റ്റ് ആയിട്ട് നമ്മൾ ജപിക്കുന്നുണ്ട്. പക്ഷെ അത് ചില സമയത്ത് ഒരു 4 മാല അല്ലെങ്കിൽ 8 മാല ജപിച്ചിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്ന് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജപിച്ച് അങ്ങനെ മതിയോ? അതോ ഒറ്റ ഇതിൽ തന്നെ 16 മാല ജപിക്കണമെന്നുണ്ടോ? മാതാജി, നമ്മുടെ മനസ്സിന്റെ നമ്മുടെ മനസ്സിന്റെ ക്യാപ്പബിലിറ്റിയാണ് ആ കാണിക്കുന്നത്. അതായത് നമ്മളൊരു കുട്ടിക്ക്, നമ്മുടെ കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യും? ദൂരെ 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 ഓടി ഓടി പോകും. പക്ഷെ നമ്മൾ പറയുകയാണ്, നീ എവിടെ വേണമെങ്കിലും ഓടിക്കോ, ഞാൻ ഇവിടെ ഇരിക്കാൻ പോണുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ കുറച്ച് ദൂരം ഓടിയിട്ട് തിരിച്ച് നമ്മളടുത്ത് വന്നിട്ട് ആ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മളിങ്ങനെ ഭക്ഷണം ഫീഡ് ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥ. അതുപോലെയാണ് നമ്മുടെ മൈൻഡും. നമ്മൾ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ അമേരിക്കയിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരും. അതേ മൈൻഡിന്റെ കൂടെ നമ്മൾ എണീറ്റ് പോയി കഴിഞ്ഞാൽ മൈൻഡ് നമ്മളെ കൊണ്ടങ്ങ് പോകും. അത് ചെയ്യാൻ പാടില്ല. നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, ഞാൻ ഇവിടെ ഇരുന്ന് 16 റൗണ്ട് ജപിച്ചതിന് ശേഷം മാത്രമേ വരൂ. ആ തോന്നല് നമ്മൾ മൈൻഡിന് കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കുള്ള സ്പേസ് മൈൻഡ് നമുക്ക് തരും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ 16 മാല ജപിച്ചിട്ട് എങ്ങോട്ടും മാറാവൂ അല്ലേ? അതാണല്ലേ? അപ്പൊ അതിനിടയ്ക്കും പോകാൻ പാടില്ല. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അതാണ് മാതാജി. 16 റൗണ്ട് കഴിഞ്ഞതിന് ശേഷം പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കൺഫൈൻ സോണിലായി പോകും. 8 മാല ഇപ്പൊ ജപിക്കാം, 4 മാല പിന്നെ ജപിക്കാം, 2 മാല ലാസ്റ്റ് ജപിക്കാന്ന് പറഞ്ഞിട്ടായി. മൈൻഡ് നമ്മളടുത്ത് പറയും, നീ ഇന്നലെ 8 മാല ഇന്നലെ ജപിച്ചല്ലോ, വൈകുന്നേരമല്ലേ ജപിച്ചത്, അപ്പൊ അതിനിടയ്ക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ഇൻസ്ട്രക്ഷൻ തരും. മൈൻഡിന്റെ ഇൻസ്ട്രക്ഷൻ നമ്മള് കേക്കരുത്. ശരി. ഹരേ കൃഷ്ണ പ്രഭു. അതായത് നമ്മള് ഈ കാർമിക് റിയാക്ഷൻസ് അത് ആലോചിച്ച ഭയങ്കര ഭയമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം മഹാഭാരതത്തില് ഒരു ധർമ്മവേദൻ പറയുന്നുണ്ട്, ഇറച്ചിവെട്ടുകാരൻ. അദ്ദേഹം മുൻജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിരുന്നു, പിന്നീട് അദ്ദേഹം ഇതായിട്ട് വന്നു. അതില് ആ ഒരു മഹർഷി ശപിക്കാൻ വരുമ്പം ഒരു മുനി മഹർഷി ഒരു ഭാര്യ, ഭർത്താവിനെ സേവിച്ചുകൊണ്ടിരുന്ന ഭാര്യ പറയും അവിടെ പോയി അന്വേഷിക്കാൻ പറയും. അദ്ദേഹത്തിന് ഒരു കർമ്മവും ഏറ്റിട്ടില്ല എന്ന് ആ മഹാഭാരതത്തിൽ നമ്മൾ പറയുന്നത്. അതായത് ഇറച്ചി വെട്ടണമെങ്കിലും അദ്ദേഹം ഒരു ശകലം മാംസം പോലും ഭക്ഷിക്കാറില്ല. അദ്ദേഹത്തിന്റെ ജോലിയാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു വശം, അതിനെ വിവരിക്കാൻ നിന്ന കുറെ ഉണ്ട്. പിന്നെ ഒരു ജീവിയെ കൊല്ലാൻ അനുവാദം കൊടുക്കുക, ജീവിയെ കൊല്ലുക, മാംസം വാങ്ങുക, മാംസം വിൽക്കുക, മാംസം ഭക്ഷിക്കുക, മാംസം പാചകം ചെയ്യുക, ഇതെല്ലാം കർമ്മത്തിൽ ഉൾപ്പെടുന്നതാണെന്നാണ് നമ്മൾ ബുക്കുകളിൽ വായിച്ചിട്ടുള്ളത്. ഭാഗവതം ഫസ്റ്റ് കാൻഡോ 7th ചാപ്റ്ററിൽ അത് വളരെ വ്യക്തമായിട്ട് പർപ്പട്ടില് പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആലോചിച്ചാൽ നമുക്ക് ഭയം അല്ലാതെ വേറെ ഒന്നും ബാക്കിയില്ല എനിക്ക്. ഹരേ കൃഷ്ണ. ശരി പ്രഭു, ഇങ്ങനെയൊക്കെ കുറെ ചർച്ച ചെയ്യാം നമുക്ക്. അങ്ങനെയെങ്കിലും മനസ്സിനൊരു ആശ്വാസം കിട്ടട്ടെ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. വളരെ നല്ല ക്ലാസ് പ്രഭു. അജിത് പറഞ്ഞ പോലെ നമുക്ക് കുറച്ച്
പേടി വരും പ്രഭു. അത് തന്ന പക്ഷെ പേടി വരുന്നത് നല്ലതുമാണ്. എന്നാലും ഞാനൊന്ന് ചോദിക്കാണ് പ്രഭു, നമ്മളെ ചാൻഡിങ് നമ്മുടെ കാർമിക് റിയാക്ഷൻസ് കുറയ്ക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. അതിന്റെ ക്വാളിറ്റി അത് വേണം, അതുണ്ടെങ്കിലേ കുറയുള്ളായിരിക്കും. എന്നാലും അത് കുറയ്ക്കും എന്നാണല്ലോ പ്രഭു പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ കാർമിക് റിയാക്ഷൻസ് നമ്മൾ കുറയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റിന് വലിയ പണിഷ്മെന്റ് വേണമെന്നുള്ള റിയലൈസേഷൻ നമുക്ക് വേണം. അതിൽ എക്സാമ്പിൾ പരീക്ഷിത് മഹാരാജ് വന്നിട്ട് ശമീക ഋഷിയുടെ കഴുത്തിൽ പാമ്പിടുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ശൃംഗി വന്നിട്ട് ശപിക്കും. വലിയ ശാപമാണ് കൊടുക്കുന്നത്. 7 ദിവസത്തിനകത്ത് തക്ഷകന്റെ ദംശനമേറ്റ് മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ ശാപം കൊടുക്കും. പരീക്ഷിത് മഹാരാജ് എന്ത് ചെയ്യും? ഈ ഒരു ശാപം എനിക്ക് 10 വർഷം കഴിഞ്ഞിട്ട് വേണ്ട, ഇന്ന് ഡേ 1 സ്റ്റാർട്ട്, ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പരീക്ഷിത് മഹാരാജ് ആ ചെറിയ തെറ്റിന് എനിക്ക് ആ വലിയ പണിഷ്മെന്റ് എനിക്ക് ഉടനെ വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് റിയലൈസ് ചെയ്ത് അദ്ദേഹം വാങ്ങിക്കുകയാണ് ചെയ്തത്. കാര്യം ശാപത്തിന്റെ രൂപത്തിൽ കൃഷ്ണൻ എൻ്റെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. ഇതുപോലെ നമ്മളും ചെയ്യുന്ന ഒരു ചെറിയ തെറ്റിന് നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ ചെറിയ തെറ്റിന് ചെറിയ പണിഷ്മെന്റും വലിയ തെറ്റിനായാലും ചെറിയ പണിഷ്മെന്റ് ആവശ്യപ്പെടുന്നവരാണ് നമ്മൾ. അങ്ങനെ ചെയ്യരുത്. കാർമിക് റിയാക്ഷൻസ് ഇല്ലാതാവണമെങ്കിൽ നമ്മൾ ക്വാളിറ്റി റൗണ്ട് ചാൻറ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്കുണ്ടാവുന്ന എല്ലാ പ്രൊവോക്ക് സിറ്റുവേഷനിലും, എല്ലാ മോശമായിട്ടുള്ള സിറ്റുവേഷനിലും നമുക്ക് കൃഷ്ണനെ റിയലൈസ് ചെയ്യാൻ പറ്റണം. ഇത് എൻ്റെ പൂർവ്വജന്മകൃതം പാപം, അതുകൊണ്ടാണ് ഞാനിതിപ്പോ ഇത് അനുഭവിക്കണം എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ കർമാണി നിർദഹതി, ആ കർമ്മങ്ങൾ വന്നിട്ട് ദഹിച്ചു പോവുള്ളൂ. ഏത് വഴി? ഹിന്ദുജ ഭക്തി ഭാജ, ഭക്തിയിലൂടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ധന്യവാദ പ്രണാം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ധന്യവാദ പ്രണാം എല്ലാവർക്കും. എൻ്റെ ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.